ഇനി നമ്മുടെ ഫേവറേറ്റ് റൗണ്ടില് ഒരു ഫേവറേറ്റ് സോങ്ങുമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് എത്താൻ പോവാണ്. So let's welcome Ansara on stage. സുന്ദരിക്കുട്ടി ആരാണ്? ആൻസർ ആയിരുന്നോ? വെറുതെ പറയും. അല്ല അല്ലേ? അല്ല. പിന്നെ ഇതാരാണ്? ആൻസർക്ക് ഇത്രയും സൗന്ദര്യം ഇല്ല. ആൻസറുടെ കേട്ട് പഠിച്ചാരോ വന്നതാണോ? ആൻസർ ആണെ ഒന്ന് പോയ നല്ല ശക്തിയായിട്ടാ പറയുന്നത്. പണ്ടൊരു ആൻസർ ആണ് നമുക്കറിയായിരുന്നു. ഉരുളക്കുപ്പേരി പോലെ പോണിറ്റെയിൽ എന്നൊക്കെ വിളിച്ചു. അതെ ആൻസർ അല്ല ഇത്, വേറെ വഴിതെറ്റി വന്ന ആരോ. പനിയുടെ വഴി പോയപ്പോഴത്തേക്ക് ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന ആരോ ഒരു സുന്ദരി അല്ലേ? പക്ഷെ ഇത് ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഇവിടെ. ഇച്ചിരി സൗന്ദര്യം കൂടിയാലും അത് ബാക്കി പിള്ളേരിൽ നിന്നും ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് നിൽക്കും. കാരണം പാട്ടാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സൗന്ദര്യം പാടുമോ നോക്കാം നമുക്ക്. അതെ, കാരണം എന്തായാലും ഞങ്ങക്ക് വിശ്വാസമില്ല. ഏത് പാട്ടാ പാടുന്നത്? തേങ്ങാപ്പോളും കൊക്കിലൊതുക്കി. ഏത് സിനിമയാ? ബസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ. ബസന്തി അത് ഹിന്ദി. അപ്പൊ ഇത് ആൻസർ അല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ വാസന്തി എന്ന് പറയത്തില്ല, ബസന്തി എന്ന് പറയൂ. ഇത് ബംഗാളിയാന്ന് തോന്നുന്നു. അങ്ങനെ ബസന്തി എന്ന് പറയാ. സിനിമയുടെ പേരെന്തോ? സിനിമയുടെ പേര് ബസന്തി. അപ്പൊ ഇപ്പൊ ഞാനായി. അയ്യോ, ഇത് ബംഗാളി ഒരു വേഷം മാറി വന്നിരിക്കുന്നതാ. അതാണ് ബസന്തി എന്ന് പറയണേ. ബസന്തി മനസ്സിലായ? വാസന്തിയാണ് ചക്കര. വാസന്തി പറ. വാസന്തിയല്ല, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. അതെ. ബാക്കി ഡീറ്റെയിൽസ്. സിനിമയുടെ ഇയർ 1999 and singer യേശുദാസ് sir and സുജാത മാം and മൈക്കെടുത്ത് തലയ്ക്ക് ഡേഞ്ചർ. നീ സിനിമയുടെ പാട്ട് എഴുതിയത് എന്ത്? മോളെ മോഹൻ സിത്താര, യൂസഫ് അലി കച്ചേരി, എനിക്ക് പറയാൻ ദാസേട്ടനും സുജുവും. സുജുവാ? വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. പിന്നെ വർഷം 1999. ഓക്കെ, ശരി. ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം കലാഭവൻ മണി ചേട്ടന്റെ ഓർമ്മ ദിനമാണ്. 9 വർഷമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും തോന്നില്ല. കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലൂടെയും മനുഷ്യരെ സഹായിക്കുന്ന, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാണ് കലാഭവൻ മണി. അതുകൊണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ലോകത്തിന്റെ ഏത് കോണില് കലാഭവൻ മണിക്ക് ഒരു സ്ഥാനമുണ്ട്, ഒരു കസേരയുണ്ട്. അദ്ദേഹം വിട പറഞ്ഞു എന്ന് പറയുന്ന അത് വേറെ. പക്ഷെ അദ്ദേഹത്തിന് ഇന്നും എല്ലാ മനുഷ്യ മനസ്സുകളിലും ഒരു സ്ഥാനമുണ്ട്. അതൊരു യഥാർത്ഥ മനുഷ്യസ്നേഹി ആയിരുന്നുകൊണ്ടുള്ള ഒരു വലിയ സ്നേഹമാണ്. എന്തായാലും ആ ഓർമ്മകൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പൊന്നുപോലെ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിസ്താരയിലും കൂടി ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പവർ ആ മുഖത്തിന്റെ ഒരു അല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ? All the best. Thank you.
പാല് കണ്ണിനില പാല് കരയറ്റപ്പൈമാല് കണ്ണിനില പാല് കോരിക്കുടിക്കാൻ തോന്നണ് കോരിക്കുടിക്കാൻ തോന്നണ് മുറ്റത്തെ മുല്ലയിൽ മോന്തിച്ചില്ലയിൽ മുന്നാടി സ്വപ്നങ്ങൾ പൂക്കണ് ഹായ് ഹായ് പൂക്കണ് തേങ്ങാപ്പോളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണാതിരരാവുമില്ലേ തിരുവാതിരരാവുമില്ലേ പത്തരമാറ്റുള്ള പൊന്നിട്ട പൊഞ്ചോല പത്തരമാറ്റുള്ള പൊന്നിട്ട പൊഞ്ചോല മോത്തിൻ കുഞ്ഞാല നെയ്യണ് മോത്തിൻ കുഞ്ഞാല നെയ്യണ് നെഞ്ചിലിരിക്കണ പഞ്ചര പൈകിളി സ്നേഹത്തിൻ തേന്മാരി പെയ്യണ് ഹായ് ഹായ് പെയ്യണ് തേങ്ങാപ്പോളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണാതിരരാവുമില്ലേ തിരുവാതിരരാവുമില്ലേ തേങ്ങാപ്പോളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണാതിരരാവുമില്ലേ തിരുവാതിരരാവുമില്ലേ വെരി ഗുഡ് വെരി ഗുഡ്. ആൻസർ കുട്ടി ആ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു നല്ല രസം ഉണ്ടായിരുന്നു. ഡാൻസ് ഒക്കെ എന്താ പറയുന്നത്, എന്തൊരു ഗ്രേസ് ആണ്. കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മനസ്സ് ഒരുപാട് നിറഞ്ഞു. താങ്ക് യു സൂപ്പർ ആയിരുന്നു മോളെ. താങ്ക് അപ്പൊ യു ഒരു ആ അനുപല്ലയിലും ചരണത്തിലും എവിടോ ഒരു സ്ഥലം മേലോട്ട് പോകുന്ന ഒരു സ്ഥലത്ത് മാത്രം എന്തോ ഒരു ഉടക്ക് അതെ അങ്ങോട്ട് കേറുന്നില്ല. അന്ന് പഠിക്കുന്നത് ജസ്റ്റ് കരയറ്റപ്പൈമ്പാല് ആ കണ്ണിനില പാല് അതൊക്കെ ഓക്കെ. കരയറ്റപ്പൈമ്പാല് കണ്ണിനില പാല് കോരിക്കുടിക്കാൻ തോന്നണ് കോരിക്കുടിക്കാൻ തോന്നണ് ഇപ്പൊ കറക്റ്റായി. അതെ ഈ ഒരു സ്ഥലമാണ് അനുപല്ലയിലും ചരണത്തിലും മോക്ക് ഒരു ചെറിയ ഒരു ഗ്രിപ്പില്ലാതെ പോയി. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് പാടി. Thank വേറെ you. ഒന്നുമില്ല മോളെ. വേറെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു പിന്നെ ഈ പാട്ട് പോകുന്ന ഇങ്ങനെ നമ്മളൊരു വണ്ടിയിൽ ചക്കട വണ്ടിയിൽ ഇങ്ങനെ ടങ്കിണ്ട ടക്കിണ്ട ടങ്കിണ്ട ടക്കിണ്ട ഇങ്ങനെ ആടി ആടി പോകുന്ന പോലെ ഇങ്ങനെ അല്ലേ? ഞങ്ങളൊരു വള്ളത്തിലോ വഞ്ചിയിലോ ഒരു കളവണ്ടിയിലോ ഒക്കെ ഞങ്ങളെ അങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി ഇത് ആൻസർ കുട്ടിയാ. അതെ കൺഫേം ചെയ്തു. യെസ്. ആ സാറ് കാളവണ്ടിയിലായിരുന്നാ? ആ ഞാൻ കാണാം. ഞാനിങ്ങനെ കുതിരവണ്ടി. ഞാൻ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ ചാടി ചാടി അല്ലല്ല ഞാൻ നടന്ന് തന്നെ ഇങ്ങനെ പാവാടൊക്കെ ഇട്ട് അങ്ങനെയാണോ? മധുചേട്ടൻ എങ്ങനെ ഏതിലും വണ്ടിയിലായിരുന്നു? ഞാൻ സൈക്കിളിൽ വിട്ടിട്ടാ. സൈക്കിൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. അതെ. ആൻസർ കുട്ടി ആ ദാവണി സൂപ്പർ ആണല്ലോ. ഇത് ആരുടേത്? ആൻസർ കുട്ടിയുടെ തന്നെയാണോ? എന്ത് ആണോ? ആണോ? പിന്നെ മമ്മീടെ മമ്മിയുടെയാണ് ഇത്രയും ചെറിയതോ? ഇത്രയും വലുതിടണേ. മമ്മിയുടെ താവടിയാണോ ഇത്? അല്ലല്ല പാവം മമ്മി മേടിച്ചു കൊടുത്താ. മമ്മി വാങ്ങിച്ചു തന്നാണ്. അങ്ങനെ പറ. പാട്ട് കലക്കി അടിപൊളിയായിരുന്നു. താങ്ക് യു നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്കും തോന്നിയത് ആ മുകളിലേക്ക് പോയപ്പോ ഉള്ള ആ സ്ട്രെയിൻ കാരണം കൊണ്ട് തോന്നണ് നെയ്യാണ് എന്നുള്ളത് സംഗതി അതിപ്പോ പഠിപ്പിച്ചപ്പോ കറക്റ്റ് ആയി കേട്ടാ. എന്തായാലും മിടുക്കിയാണ്. ആ ഡാൻസ് ഒക്കെ കാണാൻ എന്താ ഒരു ഭംഗി. ഡാൻസ് പഠിക്കണ്ടോ? ഇടയ്ക്കൊക്കെ ഇഷ്ടമാണ് കളിക്കാൻ. കളിക്കാൻ ഇഷ്ടമാണ്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടല്ലേ? ഉണ്ട്. ബെന്നി ഡാഡിയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ലേ? ആൻസർ ശരി, കുട്ടിക്കും ആരുടെ കൂടെ അഭിനയിക്കണം എന്നാണ് ഉള്ളിന്റെ ഉള്ളിലൊരു മോഹം.
നൗഫലി മമ്മൂട്ടി. മമ്മൂക്കയുടെ കൂടെയാ? ആഹാ, കൊള്ളാലോ. അപ്പൊ അതെ, അത് കറക്റ്റാ. ചിലപ്പോ നടക്കും. അതെ അതെ, എന്നാ ആ ആഗ്രഹം നടക്കട്ടെ. ലാലേട്ടനും കൂടി ഇഷ്ടം. ആണോ? എന്നാ രണ്ടുപേരും എന്നാ കൂടെ ഒരുമിച്ച് എന്നാ ഹരികൃഷ്ണൻസ് പോലത്തെ ഒരു പടം വരട്ടെ. അവർ രണ്ടും കൂടെ ഒന്നിച്ചൊരു പടം ഇപ്പൊ വരുന്നുണ്ട്. അതെ, അപ്പൊ എന്തായാലും പാട്ട് കലക്കി. Thank you. അപ്പൊ നമ്മുടെ പഴയ ആൻസർ കുട്ടി തന്നെയാണെന്ന് തെളിയിച്ചു. അതെ അതെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആൻസർ കുട്ടിച്ചാക്കരെ കലക്കിട. ഇനി ഞാൻ ഒന്നും പറയണില്ല. ഇനി ഒറ്റ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഇവിടെ ഇത്രയും മത്സരാർത്ഥികൾ കണ്ടസ്റ്റൻസില് ഇത്രയും ഞാൻ ഈ സീസൺ 5 കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് കാണിച്ച ഒരു സിംഗർ ആൻസർ കുട്ടിയാണ്. ഞാൻ അതായത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം. ഫസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ആദ്യത്തെ 3-4 പാട്ടുകളിൽ നമ്മൾ വിചാരിച്ചു ഇത് മുന്നോട്ട് പോകുമ്പോ എങ്ങനെ മുന്നോട്ട് പോകുന്നവരെ പേടിച്ചു. കാരണം സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ പതുക്കെ ആളങ്ങ് സ്റ്റാൻഡ് ഉറപ്പിക്കുകയായിരുന്നു. അതെ അതെ അതെ. ചക്കരെ പ്രൗഡ് ഓഫ് യു, ചക്കരെ പ്രൗഡ് ഓഫ് യു. നീ മിടുക്കിയാണ്. ഇനിയും ഒരുപാട് പാട്ടുകൾ ഈ സ്റ്റേജിൽ തന്നെ പാടാൻ പറ്റും നിനക്ക്, ഇതുപോലെ പോയാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So we are giving you 99 out of 100. ആദ്യ ഒരു കലാഭവൻ മണിപ്പൂക്കുറ്റി. തരമറ്റുള്ള പൊന്നിട്ട പൂന്തല മോത്തിൻ കുഞ്ഞാല നീയണ, മോത്തിൻ കുഞ്ഞാല നീ. ടാറ്റാ. 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 See you. പഞ്ചര